ത്രിയേക ദൈവത്തിന് സ്തുതി. നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പെ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നിബന്ധനകൾ നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ ലോകത്തിലെ എല്ലാ നിബന്ധനകളെയും കാറ്റിൽ പറത്തുന്ന ഒരു വലിയ വാഗ്ദാനം, ഇതാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം. വിശുദ്ധ യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇന്നത്തെ ഈ ധ്യാന വിഷയം ക്രിസ്തീയ വിശ്വാസത്തിൽ ഏറ്റവും പ്രശസ്തവും ശക്തവുമായ വചനങ്ങളിലൊന്നാണ്. ഈ ഒരു വചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹം, ത്യാഗം, രക്ഷ, വിശ്വാസം, നിത്യജീവൻ ഇവയെല്ലാം അടങ്ങിയിരിക്കുന്നു. ക്രിസ്തീയ സഭ മുഴുവനും ഈ ഒരു വചനത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇതൊരു മതവിഭാഗത്തോട് മാത്രം പറയുന്ന ഒരു സന്ദേശമല്ല. ലോകത്തെ സ്നേഹിച്ചു എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് ഈ സന്ദേശം ഓരോ മനുഷ്യനും വേണ്ടിയുള്ളതാണ്. രാത്രിയുടെ യാമങ്ങളിൽ ഒരു പരീശനും യഹൂദന്മാരുടെ പ്രധാന നേതാവുമായ നിക്കോദീമോസ് എന്ന മനുഷ്യനോട് കർത്താവ് സംസാരിക്കുകയായിരുന്നു. മതനിയമങ്ങൾ കൃത്യമായി പാലിച്ച് സ്വന്തം പ്രവർത്തികളിലൂടെ ദൈവപ്രീതി നേടാൻ ശ്രമിച്ചിരുന്ന ഒരു പരീശനായിരുന്നു അദ്ദേഹം. ദൈവത്തിൻ്റെ രക്ഷ എന്നത് മനുഷ്യൻ്റെ കഠിനാധ്വാനത്തിലൂടെ നേടേണ്ട ഒന്നല്ല, മറിച്ച് അവൻ്റെ അതിരില്ലാത്ത സ്നേഹത്തിൽ നിന്ന് ലഭിക്കുന്ന സൗജന്യ ദാനമാണ്. മനുഷ്യൻ്റെ പുറമേയുള്ള മതപരമായ ജീവിതം മാത്രം മതിയാകില്ലെന്നും ദൈവവുമായി യഥാർത്ഥമായ ആത്മീയ ബന്ധം ആവശ്യമാണെന്നും കർത്താവ് നമ്മെ ഇവിടെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഈ വചനത്തിൽ ഈ ആദ്യത്തെ വലിയ സന്ദേശം, ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, നമ്മൾ പൂർണ്ണരായതുകൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. നമ്മുടെ പാപങ്ങളും ബലഹീനതകളും പരാജയങ്ങളും അവൻ കൃത്യമായി അറിയുന്നു. എന്നിട്ടും അവൻ നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ തകർന്ന് ഇരിക്കുന്ന മനുഷ്യരാണെങ്കിലും ഒരു കാര്യം നമ്മൾ ഓർക്കണം, ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ വിട്ടു പോയിട്ടില്ല. ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് നമ്മൾ പകരുക എന്നുള്ള ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം. നമ്മെ ദൈവം എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ അവരോട് ദയയും ക്ഷമയും കാണിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ സ്നേഹം വാക്കുകളിൽ മാത്രം നിന്നില്ല. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയില്ല. ദൈവത്തിൻ്റെ സ്നേഹം വെറുമൊരു വികാരമല്ല, അത് ഏറ്റവും വിലയേറിയ തൻ്റെ ഏകജാതനായ മകനെ തന്നെ നൽകിയ അത്ഭുതകരമായ ത്യാഗമാണ്. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഹൃദയം. സ്നേഹം എന്നത് വെറും വാക്കല്ല, യഥാർത്ഥ സ്നേഹം ത്യാഗം ചെയ്യുന്നു മറ്റുള്ളവർക്ക് വേണ്ടി. യേശുക്രിസ്തു മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി തൻ്റെ ജീവൻ തന്നെ ക്രൂശിൽ സമർപ്പിക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് കർത്താവിൻ്റെ ക്രൂശ് മരണം. രക്ഷ എല്ലാവർക്കും വേണ്ടി തുറന്നിരിക്കുന്നു. വചനം പറയുന്നത് വിശ്വസിക്കുന്ന ഏവനും അവിടെ ഒരു വലിയ പ്രത്യാശയുണ്ട് എന്നാണ്. ചിലർക്ക് മാത്രം എന്നല്ല, വിശ്വസിക്കുന്ന ഏവനും. നമ്മുടെ ഭൂതകാലം എന്തായിരുന്നാലും, നമ്മൾ എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും, നമ്മൾ എത്ര അകലെ ആയിരുന്നാലും, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ അടുക്കിലേക്ക് വരാനുള്ള വാതിൽ നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. അടുത്തെന്താ പറയുന്നത്? നശിച്ചു പോകാതെ നിത്യജീവൻ. ദൈവത്തിൻ്റെ ലക്ഷ്യം നമ്മെ ശിക്ഷിക്കുകയല്ല, രക്ഷിക്കുക എന്നതാണ്. ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ്. പണം, സ്ഥാനം, പ്രശസ്തി, സമ്പത്ത് എല്ലാം ഒരു നാൾ അവസാനിക്കും. എന്നാൽ കർത്താവിൽ ലഭിക്കുന്ന ആ നിത്യജീവൻ ശാശ്വതമായ പ്രത്യാശയാണ്. നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്നത്, നീ സ്നേഹിക്കപ്പെടുന്നവനാണ്. നമ്മുടെ മൂല്യം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലല്ല, നമ്മുടെ ജോലിയിലല്ല, നമ്മുടെ നാട്ടിലെ സ്ഥാനം നോക്കിയല്ല, മറ്റുള്ളവരുടെ അഭിപ്രായത്തിലുമല്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് നമ്മുടെ യഥാർത്ഥ മൂല്യം. ദൈവം എന്നെ രക്ഷിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി വന്നു. അവൻ നമ്മുടെ രക്ഷയ്ക്കായി കാൽവറിയുടെ ഉന്നതങ്ങളിൽ 3 ആണികളിന്മേൽ സ്വന്തം രക്തം ഊറ്റി തൻ്റെ ജീവൻ നൽകിയവനാണ് അവൻ. അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ്റെ പ്രത്യാശയുണ്ട്. നമ്മൾ തകർന്നിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ കയ്യിൽ നാം വീണ്ടും പണിയപ്പെടാം. നമ്മൾ വീണിരിക്കാം, പക്ഷേ യേശു നമ്മെ വീണ്ടും ഉയർത്തും. നമ്മൾ വഴി തെറ്റിയിരിക്കാം, പക്ഷേ കർത്താവ് നമ്മെ തിരികെ കൊണ്ടുവരും. ഇതാണ് സുവിശേഷത്തിൻ്റെ ഹൃദയം. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഇതാണ് നമ്മുടെ പ്രത്യാശ. കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ തൻ്റെ സ്നേഹവും സമാധാനവും പ്രത്യാശയും പൂർണ്ണമായി നിറയ്ക്കട്ടെ.